അപ്പളേ നമുക്കിന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഗാർലിക് വേണം. ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നമ്മൾ ചിക്കൻ ചെറുതായി എണ്ണിട്ട് അതിൽ ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യുക. പിന്നെ നമുക്ക് മുട്ട ആവശ്യമുണ്ട്. അപ്പോൾ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന പോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ ഓയിലോട്ട് ഗാർലിക്, നമ്മുടെ ക്യാരറ്റ്, അതുപോലെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസും ക്യാപ്സിക്കം എല്ലാം നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തിട്ടുള്ള ആ ചിക്കൻ ഇല്ലേ, അത് അതിലോട്ട് തട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മുട്ട അത് അങ്ങനെ തട്ടിക്കൊടുക്കുക. ഇവിടെ കുറച്ച് പച്ചക്കറികളും കൂടുതൽ ചിക്കനും മുട്ടയൊക്കെയാണ് കേട്ടോ. നമ്മൾ പിന്നെ ചിക്കനും മുട്ടയും കഴിക്കുന്ന ആൾക്കാരല്ലേ, മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി സോസസ്, അതേപോലെ നമ്മളെ സോയാ സോസും അങ്ങനെ കുറച്ച് സോസസ് ഒക്കെ ആഡ് ചെയ്യുക. ദെൻ നല്ലപോലെ അഗെയിൻ മിക്സ് ചെയ്തെടുക്കുക. ഇനി ശേഷം കുറച്ചുകൂടെ സാൾട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് അതിലോട്ട് ആഡ് ചെയ്യണം. ബസ്മതി റൈസ് നോർമൽ വാട്ടറിൽ കുറച്ച് വേവിക്കുക, പകുതി വേവാകുമ്പോൾ എടുക്കുക. ദെൻ നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനുള്ള കറിയാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും കാണണേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.